നമ്മളോടൊപ്പം ഉള്ളത് നെയിൽ ആർട്ടിലൂടെ തൻ്റെ കരിയർ സക്സസ്സിലേക്ക് എത്തിച്ച ദി വൺ ആൻഡ് ഓൺലി രാഖി രഘുനാഥ്. മാം നമസ്കാരം, വെൽക്കം ടു ദ ഷോ. താങ്ക് യു. ഇപ്പം ഞാൻ ഇൻട്രോയിൽ പറഞ്ഞ പോലെ തന്നെ മാം, ഞാൻ ചോദിക്കട്ടെ, എന്തുകൊണ്ടാണ് ഈ ഒരു നെയിൽ ആർട്ടിസ്റ്റ് ആവാനുള്ള ഒരു ഇൻസ്പിറേഷൻ എങ്ങനെയാണ് മാം? സോ ഞാൻ ചൈൽഡ്ഹുഡിൽ തന്നെ എനിക്ക് ആർട്ട് എന്നുള്ളത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമായിരുന്നു. പക്ഷേ ഇപ്പോൾ സ്കൂൾ ടൈമിലാട്ടെ അങ്ങനെ ഭയങ്കര ആക്റ്റീവായിട്ടിരുന്ന ഒരാളായിരുന്നില്ല, പെയിൻറ്റിങ്ങോ കാര്യങ്ങളോ അങ്ങനെയൊക്കെ. സോ ഒരു എൻജിനീയറിങ് ആ ഒരു ഏജിലൊക്കെ ആയപ്പോൾ 12th ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ കുറച്ച് ക്യാൻവാസ് പെയിൻറ്റിങ്സ്, അക്രൈലിക്സ് ഒക്കെ ചെയ്യാൻ തുടങ്ങിയിരുന്നു. ദെൻ ആ ടൈമിൽ മിക്സഡ് മീഡിയ ആർട്ട് ലൈക്ക് സ്കൾപ്റ്റിംഗ്, ദെൻ പേപ്പർ ക്വല്ലിങ്, അങ്ങനെ കുറേ മിക്സഡ് മീഡിയ അങ്ങനെ പല ടൈപ്പ് ഓഫ് ആർട്സ് ചെയ്തു തുടങ്ങി. പക്ഷേ ഒരു പോയിന്റ് എത്തുമ്പം ഒരു സാച്ചുറേഷൻ പോയിന്റ് വരും. സോ ആ ഒരു ടൈമിൽ ഞാൻ എൻജിനീയറിങ് കഴിഞ്ഞ് കോർപ്പറേറ്റ് ജോബിൽ ഇരിക്കുന്ന ടൈമിൽ വൺ ഓഫ് മൈ ഫ്രണ്ട് വന്നിട്ട് വെളിയിലേക്ക് ഔട്ട്സൈഡ് പോയിരുന്നു. അപ്പോൾ ഓൺസൈഡ് പ്രോജക്റ്റായിട്ട് ആൾ പോയതാണ്. അപ്പം ഓൺസൈഡ് പോയിട്ട് തിരിച്ചു വന്ന ടൈമിൽ ഞാൻ ആളുടെ കയ്യിലാണ് ഫസ്റ്റ് ടൈം ഇത് കാണുന്നത്. സോ ആൾ കൊറിയ പോയിട്ടാണ് വന്നത്. അപ്പോൾ ആളെനിക്ക് കാണിച്ചു തന്നതാണ് ഇങ്ങനെ ഒരു ഐഡിയാസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു ആളാദ്യം എനിക്കൊരു ഡോട്ടിങ് പെന്നിലാണ് ഇത് ചെയ്ത് തന്നത്. അപ്പോൾ ഈ ആ ടൈമിൽ എന്തോ അതിനോടൊരു ഇൻട്രസ്റ്റ് തോന്നിയിട്ട് അതിനുശേഷം ഞാൻ പതുക്കെ യൂട്യൂബ് നോക്കി സെർച്ച് ചെയ്യാൻ തുടങ്ങി. ഐ തിങ്ക് ഇതൊരു 2012-13 ഈ ഒരു ടൈമിലൊക്കെ ഈ പറയുന്നത്. സോ ഈ ടൈമിൽ ഞാൻ ആദ്യമായിട്ട് ഇത് ഇങ്ങനെ ഒരു മേഖല ഉണ്ടെന്നുള്ളത് അറിയുന്നത്. ദെൻ ഇതിൽ ഫോക്കസ് ചെയ്ത് തുടങ്ങിയപ്പോൾ ബാക്കിയുള്ള ആർട്സിനെക്കാട്ടിൽ ഇതിൽ ഒരുപാട് എക്സ്പ്ലോർ ചെയ്യാൻ ഉണ്ട് എന്നുള്ളത്, അതായത് പുതിയതായിട്ട് ഓരോ തവണയും ഇതിന് അപ്ഡേഷൻസ് ഉണ്ട്. സോ ഒരു പർട്ടിക്കുലർ പോയിന്റിലൊക്കെ ഇതാണ് എന്നുള്ളത് എനിക്ക് തിരിച്ചറിഞ്ഞു. സോ അതിനുശേഷമാണ് ഞാൻ 2014 തൊട്ട് ഇൻ്റർനാഷണൽ ബ്രാൻഡ്സുമായിട്ട് ടൈപ്പ് ചെയ്തിട്ട് പ്രോഡക്റ്റ് റിവ്യൂവിങ് തുടങ്ങി. സോ ഐ തിങ്ക് അന്ന് അങ്ങനെ ആരും അധികം ഇല്ല. ഒരു നെയിലിൻ്റെ കമ്മ്യൂണിറ്റി ഉണ്ട് ഓൾ ഓവർ വേൾഡുള്ള ഒരു ഗ്രൂപ്പിലേക്ക് ആഡ് ആയിട്ടുണ്ടായിരുന്നു ഞാൻ, പോളിഷ് ബഡീസ് എന്ന് പറഞ്ഞിട്ട്. സോ ഇതിലൊരു 100 ഓഫ് ആർട്ടിസ്റ്റ് എല്ലാ രാജ്യങ്ങളിൽ നിന്നുമുള്ളവരുണ്ട്. സോ അവിടെ നിന്നാണ് ഞാൻ ഇങ്ങനെ ഒരു കാര്യത്തെപ്പറ്റി അറിയുന്നത്. ബാക്കിയുള്ള ഫോറിൻ ആൾക്കാരുടെ കയ്യിൽ നിന്നാണ് ഇങ്ങനെ നമ്മൾക്ക് റിവ്യൂസ് ചെയ്യാം എന്നുള്ളത് അറിയുന്നത്. then ഇത് പതുക്കെ 2018 ആയപ്പോഴത്തേക്ക് ഞാൻ അറൗണ്ട് 19 ഇൻ്റർനാഷണൽ കമ്പനീസുമായിട്ട് ടൈപ്പ് ചെയ്തിട്ട് ഒഫീഷ്യൽ റിവ്യൂവറായിട്ട് പെയ്ഡ് റിവ്യൂവറായി തുടങ്ങി. അപ്പോൾ 2019 ഞാൻ ട്രിവാൻഡ്രത്തേക്ക് പോകുന്നത്. ട്രിവാൻഡ്രത്തിൽ ചെന്നതിന് ശേഷം ഞാൻ ഒരു കരിയറിൽ നിന്ന് ബ്രേക്ക് എടുത്ത ടൈമാണ്. സോ ആ ഒരു ബ്രേക്ക് എടുത്ത ടൈമിൽ ഐ തോട്ട് എന്തെങ്കിലും വർക്ക്ഷോപ്സ് ഇതിനെ റിലേറ്റ് ചെയ്ത് വർക്ക്ഷോപ്പ് ചെയ്യാമെന്ന് കരുതി. അങ്ങനെ 2019 ഞാൻ വർക്ക്ഷോപ്പ് ചെയ്ത് അവിടെ തന്നെ ലാക്മേയിൽ ഞാൻ ഫാക്കൽറ്റിയായി. അങ്ങനെയാണ് ഇതിനൊരു തുടക്കം ഇടുന്നത്. ഓക്കെ, ഇത് നമുക്ക് ക്ലയൻറ്റ് ബേസ് അല്ലെങ്കിൽ പ്രൊഫഷണൽ ബേസ് ആക്കാമെന്നുള്ളത് അങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്തത്. 2021 കൊച്ചിയിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. കഴിഞ്ഞ ഇയറിൽ ഞാൻ എൻ്റെ ഓൺ സ്റ്റുഡിയോ സ്റ്റാർട്ട് ചെയ്തു. മാം, ഇപ്പം മാം എൻജിനീയറിംഗ് ഒക്കെ വിട്ടിട്ടാണ് ഈ ഒരു ഇതിലേക്ക് വന്നത്. അപ്പോൾ മാം ആ ഒരു സമയത്ത് ഇപ്പം നമ്മൾ എൻജിനീയറിംഗ് എന്നൊക്കെ പഠിക്കുമ്പോൾ നമുക്കറിയാം ഇത് നമ്മൾ കഴിഞ്ഞാൽ നമുക്കൊരു സ്കോപ്പ് ഉണ്ട്. ഇപ്പം ഈ ഒരു മേഖലയിൽ മാം എന്തൊരു ഇതിലായിരുന്നു നമ്മൾ ഇത് ചെയ്യാം, നമുക്ക് ഇതിലൊരു സ്കോപ്പ് ഉണ്ടാവും എന്നുള്ള ഒരു ഇത് തോന്നൽ എപ്പോഴായിരുന്നു? സോ 2013 to 18 വരെ ഞാൻ ജോബ് ചെയ്തുകൊണ്ടിരുന്ന ഞാൻ ലാസ്റ്റ് ബോഷിലായിരുന്നു വർക്ക് ചെയ്തിരുന്നത്. സോ കോർപ്പറേറ്റ് ജോബ് എനിക്ക് ഒരുപാട് എന്നെ മാനസികമായിട്ടും ഹെൽത്ത് വൈസും എന്നെ വളരെ ഡൗൺ ആക്കിയ ഒരു ടൈമായിരുന്നു. സോ ആ ടൈമിൽ എനിക്ക് ജോബ് ക്വിറ്റ് ചെയ്യുന്നതിനോട് എനിക്ക് താല്പര്യമുണ്ടായിരുന്നു. പക്ഷേ ഐ നോ ദിസ് ഈസ് വെരി ചലഞ്ചിങ് എന്നുള്ളത്. കാരണം പാരൻസ് ലൈക്ക് അറിയാമല്ലോ, ഒരിക്കലും പാരൻസ് ഹാപ്പി ആയിരിക്കില്ല ആ ഡിസിഷനിൽ. സോ ദേവേർ ലൈക്ക് എല്ലാ പാരൻസിനെ പോലെ തന്നെ അച്ഛനും അമ്മയ്ക്കും ഒക്കെ നല്ല എതിർപ്പായിരുന്നു. ലൈക്ക് ജോബ് ക്വിറ്റ് ചെയ്തിട്ട് ഇങ്ങനെ ഒരു കാര്യം ചെയ്യുന്നത്, ആൻഡ് മോർ ദാൻ ദാറ്റ് നമുക്ക് സൊസൈറ്റിയിലൊരു റെസ്പെക്റ്റ് കിട്ടുമോ ഈ ജോബിന്, ദെൻ അങ്ങനെ കുറേ കാര്യങ്ങൾ ഫേസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ പിന്നീടുള്ള ഇയേഴ്സിൽ ഞാനത് ഒരു 3 to 4 years എടുത്തു അത് പ്രൂവ് ചെയ്യാനായിട്ട്. ലൈക്ക് ഓക്കെ, ഇൻകം ഉണ്ട്, ഒബ്വിയസ്ലി കോർപ്പറേറ്റ് ഇൻകത്തിനെക്കാട്ടിൽ ഞാൻ തുടങ്ങിയ ടൈമിൽ എനിക്ക് ഇൻകം ഉണ്ടായിരുന്നു. പക്ഷേ ഇൻകത്തിനെക്കാട്ടിൽ കൂടുതൽ ഇപ്പം എൻ്റെ അച്ഛനാണെങ്കിലും എപ്പോഴും പറയുന്നൊരു കാര്യം, നിനക്ക് പറയുമ്പോൾ നമുക്കൊരു എൻജിനീയർ എന്ന് പറയുന്നതിലും നെയിൽ ആർട്ടിസ്റ്റ് എന്ന് പറയുന്നതിനും രണ്ട് ടൈപ്പ് ഓഫ് ഒരു കാറ്റഗറിയിലുള്ള ആൾക്കാരാണ്. അപ്പോൾ ഇത് മോർ ദാൻ ഇത് ഇവിടെ വളരെ
വളരെ അധികം ആൾക്കാർക്ക് അറിയുന്ന ഒരു കാര്യമല്ല. പക്ഷേ ഈ ഒരു നെയിൽ കൾച്ചർ എന്നൊക്കെ പറയുന്നത് നമ്മൾ ഫോറിൻ കൺട്രീസൊക്കെ എടുത്ത് നോക്കിയാൽ അവിടെ നമ്മൾ ത്രെഡ് ചെയ്യുന്ന പോലെ നമ്മൾ യൂഷ്വലി ഇവിടെ പാർലേഴ്സിൽ നമ്മൾ പോയില്ലേ നമ്മൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിനായിട്ട്. അപ്പം അങ്ങനത്തെ ഉള്ള ഒരു അതിൻ്റെ ഒരു പാർട്ടാണ്. പക്ഷേ കേരളത്തിൽ ഇത് വരാൻ ഒരുപാട് ലേറ്റായി എന്നേ ഉള്ളൂ. ആൻഡ് അതിൽ നമ്മളും ഒരു പാർട്ടായി എന്നുള്ളത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. സോ ഈ ഒരു റിസ്ക് എടുത്താൽ മാത്രമേ എന്തായാലും സക്സസ് ആവുള്ളൂ. സോ ആ ഒരു ഇതിൽ ഒരു 3 years I was under വെരി സ്ട്രെസ്ഫുൾ സിറ്റുവേഷൻ. ലൈക്ക് എപ്പോഴും ഇങ്ങനെ ഇത് സക്സസ് ആവാൻ പറ്റുമോ എന്നുള്ള പല സിറ്റുവേഷൻസ് വന്നിട്ടുണ്ട്. പക്ഷേ ലേറ്റർലി ലൈക്ക് ഒരു 2021 എനിക്ക് ഒരു കറക്റ്റ് ഒരു ഇതിലേക്ക് എത്താൻ പറ്റി. ലൈക്ക് ഞാനൊരു 59 ബാച്ചോളം സ്റ്റുഡൻസിന് ക്ലാസ്സസ് എടുത്തിട്ടുണ്ട്. ഐ എം കണ്ടക്ടിങ് ക്ലാസ്സസ് ദാറ്റ് ടൈം ഓൾസോ. ലൈക്ക് ഞാനൊരു ഹോം സ്റ്റുഡിയോ ആണ് ആദ്യം ബേസ് ചെയ്ത് തുടങ്ങിയത്. എൻ്റെ ഫ്ലാറ്റിൽ തന്നെയായിരുന്നു. ആദ്യം ഒരു 3 എൻ്റെ സ്റ്റുഡൻസിനെ തന്നെ 3 പേര് സ്റ്റാഫായിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. അതിനുശേഷം ഇപ്പോൾ 12 പേരിൽ വന്ന് നിൽക്കുന്നു. പ്രോപ്പർ സ്റ്റുഡിയോ ആയി. ഇപ്പോൾ മാം ആണ് കേരളത്തിൽ ഇങ്ങനത്തെ ഒരു സംഭവം കൊണ്ടുവന്നത്. അപ്പോൾ എങ്ങനെയാണ് ക്ലൈൻസ് ഒക്കെ എങ്ങനെയായിരുന്നു ആദ്യം? നമ്മുടെ ഇപ്പം മാം പറഞ്ഞ പോലെ കേരളത്തിൽ ഈ ഒരു സംഭവം അങ്ങനെ ആർക്കും പെട്ടെന്ന് ഡൈജസ്റ്റ് ആവില്ല. അപ്പം എങ്ങനെയായിരുന്നു അതൊന്ന് ജസ്റ്റ് എല്ലാവരിലേക്ക് എത്തിക്കാനും ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടെന്നൊക്കെ എങ്ങനെയായിരുന്നു മാം അത് അറിയിച്ചിരുന്ന ആൾക്കാരിലേക്ക്? സോ ഇനിഷ്യലി ഞാൻ സ്റ്റാർട്ട് ചെയ്തത് അഹാനയുടെ കൂടെ വർക്ക് സ്റ്റാർട്ട് ചെയ്തത് 2019 2020 സോ 2020 അഹാനയുടെ കൂടെ വർക്ക് ചെയ്ത സമയത്ത് ഷീ പോസ്റ്റ് എ സ്റ്റോറി. അപ്പോൾ അന്ന് കുറച്ച് ആൾക്കാർ അറിയാലോ, ഒബ്വിയസ്ലി ഷീ ഹാവ് എ ലോട്ട് ഓഫ് ഫോളോവേഴ്സ്. സോ ആ ടൈമിൽ കുറച്ചേറെ പേര് ഇത് അറിഞ്ഞിട്ടുണ്ടായിരുന്നു. ദെൻ ദേ ജസ്റ്റ് ആസ്ക് മീ ലൈക്ക് ഇതെങ്ങനെയാ, അല്ലെങ്കിൽ ഇത് ഞങ്ങൾക്കും ചെയ്യണം അങ്ങനെ. അപ്പം ഈ പ്രോപ്പർ ഒരു സ്റ്റുഡിയോ എങ്ങനെ ഇത് ഓപ്പൺ ചെയ്യാം എന്നുള്ള കാര്യത്തിൽ നമുക്കൊരു ഐഡിയാസ് ഉണ്ടായിരുന്നില്ല. ലൈക്ക് ഇത് നമ്മൾ ഇത്രയും ഇൻവെസ്റ്റ് ചെയ്താൽ ആൾക്കാർ വരുമോ എന്നുള്ളതും. കാരണം നമുക്കൊരു പ്രോപ്പർ ഇൻകം ഉണ്ട്, നമ്മളുടെ ഇൻ്റർനാഷണൽ റിവ്യൂവിങ്ങിനകത്ത് ഇൻകം ഉണ്ട്. പക്ഷേ ഇതിൽ ഇൻകം ജനറേറ്റ് ചെയ്യാമോ എന്നറിയാത്ത ഒരു ഭയം ഉണ്ടായിരുന്നു. So initially I work with this television ആർട്ടിസ്റ്റ്, അങ്ങനെയുള്ള ആൾക്കാർ ഒരുപാട് പേര് ട്രിവാൻഡ്രത്തുണ്ടായിരുന്നു. ടെലിവിഷൻ സീരിയൽ അങ്ങനെ സെലിബ്രിറ്റീസ് ആയിരുന്നു കൂടുതലും. ഇനിഷ്യലി ഇറ്റ്സെൽഫ് ആ ഒരു പുള്ളുണ്ടായിരുന്നത് കൊണ്ട് സോ എൻ്റെ പാത്ത് കുറച്ചും കൂടെ ഈസി ആയിരുന്നു. ആൻഡ് വെൻ ഐ കെയിം ടു കൊച്ചിയിൽ എനിക്ക് ഒരുപാട് പേര് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ലൈക്ക് ഹെൽപ്പ് ചെയ്തു എന്ന് വെച്ചാൽ ലൈക്ക് ദ ഇമ്മൻസ്ലി സപ്പോർട്ടഡ് മീ ലൈക്ക് ഫ്രം ഇനിഷ്യൽ ഡേയ്സസ് ടു ടിൽ ഡേറ്റ് വരെയും. മൂവിയുടെ എല്ലാവരും ചെയ്തിരിക്കുന്ന സച്ച് എ വെരി ഗ്രേറ്റ് ഹെൽപ്പ്. ലൈക്ക് ഞാൻ ഇനിഷ്യലി ഒക്കെ ഞാൻ ലൈക്ക് ഇപ്പോൾ നമ്മൾ ബേസ്ഡ് സർവീസസ് ആയിട്ട് ബാഗ്സ് നമ്മൾ എടുത്തിട്ട് അവിടെ പോയിരുന്ന് ചെയ്തിട്ടുള്ള ടൈംസും ഉണ്ട്. ഒരു സീസൺ നമുക്ക് തീരാറാകുന്ന ടൈമിൽ. ആൻഡ് മോസ്റ്റ് ഓഫ് ദ ഇൻകം ജനറേറ്റഡ് ഫ്രം ക്ലാസ്സസ് ആയിരുന്നു എനിക്ക്. നമുക്കൊരു പ്രോപ്പർ ഇവിടെ ഒരു അക്കാഡമി അല്ലെങ്കിൽ ക്ലാസ്സസ് ഉണ്ടായിട്ടില്ല. സോ ആ ഒരു പ്രോപ്പർ സ്റ്റഡീസ് ഇപ്പം നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിപ്പം ചെയ്യുന്നത് കറക്റ്റായിട്ട് 100% കൊടുക്കുകയാണെങ്കിൽ പീപ്പിൾ വിൽ അക്സെപ്റ്റ് അസ്. ആ ഒരു ഇതിലേക്ക് എത്തിയത് ലേറ്റർ ഞാൻ പതുക്കെ മൂവിയുടെ ആൾക്കാർ ചെയ്യുമ്പോൾ കുറേ ആൾക്കാർക്ക് ഡൗട്ടുണ്ട്, ഇത് മൂവിക്കാർക്ക് മാത്രമേ ഉള്ളൂ, ഇസ് ദാറ്റ് മച്ച് എക്സ്പെൻസീവ്, അങ്ങനെ ഒരു കാര്യം ചോദിക്കുന്നുണ്ട്. സോ ലേറ്റർ പതുക്കെ ബ്രൈഡ്സ് വന്ന് തുടങ്ങി. ദെൻ യൂഷ്വലി ഇതിപ്പോൾ ഒരു ലൈഫ് സ്റ്റൈലായി മാറിയിട്ടുണ്ട് കൊച്ചിയിൽ. ദെൻ 2020 ഞാൻ ഇവിടെ വന്നത് 2024 ഇവിടെ നിൽക്കുമ്പോൾ ഐ ക്യാൻ സീ എ ലോട്ട് ഓഫ് ഡിഫറൻസ് ഇൻ ദ ലൈഫ് സ്റ്റൈൽസ് ഓഫ് പീപ്പിൾ. ലൈക്ക് ഇവർ ചൂസ് ചെയ്യുന്ന കളേഴ്സ് ആണെങ്കിൽ, പാറ്റേൺസ് ആണെങ്കിൽ, പ്രിഫർ ചെയ്യുന്ന ഡിസൈൻസ് ആണെങ്കിൽ എല്ലാം ദർ ഈസ് എ ലോട്ട് ഓഫ് ചേഞ്ച്. ആൻഡ് മോർ ദാൻ ഇതൊരു ഇനിഷ്യലി ഒക്കെ എപ്പോഴെങ്കിലും ആൾക്കാർ വന്നെങ്കിൽ അങ്ങനെ ഒരു കാര്യമായിരുന്നു 2021-22 ഒക്കെ. പക്ഷേ 23 ആയപ്പോഴേക്ക് എല്ലാവരും ഇത് മാരേജിനാണെങ്കിലും മൂവിയുടെ ഒബ്വിയസ്ലി അറിയാലോ. സോ അത് ഇത് ചെയ്യണം എന്നുള്ള ആ ഒരു ഇത് വന്നു. ആൻഡ് എനിവൺ ക്യാൻ അഫോർഡ് ദിസ് എന്നുള്ള ഒരു ഇതും വന്നിട്ടുണ്ട് ഇപ്പോൾ നമുക്കറിയാം ഒരുപാട് ട്രെൻഡ്സ് വരുന്നുണ്ട്. മാം എങ്ങനെയാണ് ഇതിലൊക്കെ ഇങ്ങനെ അപ്ഡേറ്റഡ് ആയിട്ട് നിൽക്കുന്നത്? അത് ത്രൂ ഇൻസ്റ്റാഗ്രാം ആൻഡ് സോഷ്യൽ മീഡിയാസ് തന്നെയാണ്. ബിക്കോസ് നമ്മളിപ്പോൾ പുതിയതായിട്ട് വരുമ്പോൾ അപ്ഡേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഞങ്ങളുടെ ഫീൽഡിൽ. സോ ഇപ്പോൾ പുതിയതായിട്ടൊരു വർക്ക് വന്നാൽ, ഡിസൈൻസ് വന്നാൽ വി ട്രൈ ടു ടേക്ക് ദാറ്റ് പെർട്ടിക്കുലർ പ്രോഡക്റ്റ്. എങ്ങനെയായാലും നമ്മൾ ഇൻ്റർനാഷണലി ഇപ്പോൾ ഈ ബ്രാൻഡിങ് കുറേ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു, റിവ്യൂസ് ചെയ്തത്. അതുകൊണ്ട് ഇൻ്റർനാഷണൽ പ്രോഡക്ട്സ് വരുന്നത് ഞങ്ങൾ വരുത്തുകയാണ് ചെയ്യുന്നത്. കൂടുതലും ഇൻ്റർനാഷണൽ ഷിപ്പിംഗ് ചെയ്യുന്നത്. അപ്പോൾ പുതിയത് എന്ത് വന്നാലും ഇപ്പോൾ ക്ലയൻസ് ആണെങ്കിലും എന്നോട് വളരെ ഫ്രണ്ട്ലി ആവും. ഓൾമോസ്റ്റ് എല്ലാ
എല്ലാവരും വളരെ ഫ്രണ്ട്ലി. അപ്പോൾ അവരും രഹീത പുതിയ ഇങ്ങനെ നമുക്ക് അടുത്ത തവണ ചെയ്യണം, അപ്പം അങ്ങനെയും ചെയ്യും. പിന്നെ എൻ്റെ സ്റ്റാഫ് എന്ന് പറയുന്നത് ദേ ഓൾസോ സപ്പോർട്ടഡ് മീ ലൈക്ക് എനിത്തിങ്. ലൈക്ക് അവരും എല്ലാം പുതിയതായിട്ട് വരുന്ന എല്ലാ ടെക്നിക്സുകളും ചേച്ചി നമുക്കിതിവിടെ ട്രൈ ചെയ്ത് നോക്കണം എന്ന് പറഞ്ഞ് അങ്ങനെ ട്രൈ ചെയ്ത് ഓൾമോസ്റ്റ് ഞങ്ങളെല്ലാം കൊണ്ടുവരാറുണ്ട്. ആൻഡ് അപ്ഡേഷൻ മാത്രമല്ല, നമ്മൾ ഈ അപ്ഡേഷൻ കൊണ്ടുവരുന്ന സമയങ്ങളിൽ പോലും നമുക്കിപ്പോൾ ഒരു പരിധിക്കപ്പുറത്തേക്കുള്ള റഷ്യൻ ഇറ്റാലിയൻ ഒക്കെയാണ് ചിലത് നമ്മൾക്ക് തന്നെ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണെങ്കിൽ ഞങ്ങൾ ട്രെയിനീസിനെ കൊണ്ടുവന്ന് ട്രെയിനിങ് പഠിപ്പിക്കാറുണ്ട്. ഇപ്പം മാം ഒരുപാട് ക്ലയൻസിന് ചെയ്തു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മെമ്മറബിൾ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് നമ്മളായിട്ടൊന്ന് ഷെയർ ചെയ്യാൻ പറ്റും? ഐ തിങ്ക് എനിക്ക് പേര് പറയണ്ട. സോ ആള് എൻ്റെ ഒരു ക്ലോസ്, അതായത് ഒരു 3 years ആയിട്ടുള്ള എൻ്റെ ഒരു ക്ലയൻ്റാണ്. ആൾക്ക് ലിവറിനൊരു ഫങ്ഷണൽ ഇഷ്യൂസ് ഉണ്ട്. ആള് കൊല്ലത്തുനിന്ന് ഇവിടെ വന്ന് സ്റ്റേ ചെയ്യുന്നത്. ആൻഡ് ഷീ ഈസ് വെരി ക്ലോസ് ടു മീ. ലൈക്ക് എപ്പോഴും വിളിക്കുന്നതോ അങ്ങനെയല്ല, ഷീ ഈസ് വെരി ബ്രേവ്. ലൈക്ക് ആൾക്ക് വളരെ ഡൗൺ ആയിട്ടിരുന്ന ഒരു സമയത്ത് നഖം വളരില്ല എന്നുള്ളൊരു സ്റ്റേജിലാണ് വന്നത്. ആൻഡ് ഹർ കണ്ടീഷൻ വാസ് വെരി ക്രിട്ടിക്കൽ ആ ടൈമിലൊക്കെ. എൻ്റെ അടുത്ത് എൻ്റെ ഫ്ലാറ്റിലാണ് ആക്ച്വലി ആൾ വന്നത്. ആദ്യം വന്ന ടൈമിൽ ആൾ പറഞ്ഞു, ചേച്ചി എനിക്ക് ഒട്ടും കോൺഫിഡൻസ് ഇല്ല എന്നെ പ്രസൻറ്റ് ചെയ്യാൻ. സോ ലേറ്റർ അപ്പോൾ അന്ന് ഞാൻ ഇത് കണ്ടപ്പോൾ, പക്ഷേ ഐ ഫീൽ ലൈക്ക് എന്താ പറയുക, ആൾ പെട്ടെന്നില്ലേ ആളുടെ ഒരു അപ്രോച്ച് എന്ന് പറയുന്നത്, നമ്മൾ ഒരിക്കലും നമ്മളൊരു സെൻറ്റിമെൻ്റലായിട്ടല്ല, പക്ഷേ ആൾക്കാളെ പ്രസൻറ്റ് ചെയ്യണം, നന്നായിട്ട് പ്രസൻറ്റ് ചെയ്യണം. അപ്പം അതിൽ ആൾക്ക് നെയിൽസും ഒരു ഇമ്പോർട്ടൻറ്റ് ഘടകമാണ്. അപ്പം ആ ഒരു സിറ്റുവേഷനിലാണ് ഷീ ഈസ് ജസ്റ്റ് 19, അത്രേ ഉള്ളൂ. വെരി യങ് ഏജിലാണ് അങ്ങനെ ഒരു സഫറിങ്. അപ്പോൾ ആ ഒരു 19 years ഉള്ള കിഡ് എത്ര കാര്യമായിട്ടാണ് അത് നമ്മളുടെ അടുത്ത് വന്ന് അത് അവതരിപ്പിച്ച് ആ കാര്യങ്ങൾ പറഞ്ഞ് കയ്യിൽ നെയിൽസ് ചെയ്ത്. ആൻഡ് ത്രൂ ഔട്ട് ഈ 3 yearsലും ആളെൻ്റെ അടുത്ത് വരാറുണ്ട്. ആൻഡ് ഇപ്പോൾ ഈ ഒരു അടുത്ത വർഷം കഴിഞ്ഞ ഇയറിലാണ് ഐ സോ വൺ വീഡിയോ ലൈക്ക് ആളുടെ ആ ഒരു ജേർണി. ആൻഡ് നൗ ഷീ ഐ തിങ്ക് പ്രോപ്പറായിട്ട് കംപ്ലീറ്റ് ആയിട്ട് റിക്കവർ ആയോ എന്നറിയില്ല, ബട്ട് ഐ തിങ്ക് 80% ഷീ റിക്കവേർഡ് ഫ്രം ദ ഡിസീസ്. അപ്പോൾ അതിൽ നിന്ന് ആളൊരു ഇൻഫ്ലുവൻസറായി. ആൻഡ് ഐ ഫീൽ സോ ഹാപ്പി ദാറ്റ് നമ്മളും അതിനൊരു പാർട്ടാണ് എന്നുള്ളത്. ആൻഡ് ഐ ഷെയർഡ് ഹർ സ്റ്റോറീസ് ആൻഡ് ഐ ഫീൽ സോ പ്രൗഡ് ഓഫ് ഹർ. അപ്പം അതെനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ്. പിന്നെ അതുപോലെ തന്നെ ആലപ്പുഴ ഇപ്പോഴും ഞാൻ ഓർക്കുന്നുണ്ട്, ആലപ്പുഴയിൽ നിന്നൊരു ഒരു ചേച്ചി വന്നിട്ടുണ്ടായിരുന്നു. ഷീ ഈസ് ക്യാൻസർ പേഷ്യൻ്റ് ആണ് ആൾ. അപ്പോൾ ആളുടെ 4ാമത്തെ കീമോ അങ്ങനത്തെ അത് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് ആ സമയത്ത് ആൾക്ക് ഹെയർ ലോസ് ആവുന്നുണ്ട്, നെയിൽ ഗ്രോത്ത് ആവുന്നില്ല. അപ്പോൾ നമുക്ക് UV യൂസ് നമുക്ക് ചെയ്യാൻ പറ്റില്ല, കാരണം ക്യാൻസർ പേഷ്യൻ്റ് മാമിന് ആയതുകൊണ്ട്. പക്ഷെ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മൾ UV അല്ലാത്ത പ്രോഡക്ട്സ് വെച്ചിട്ട് നമ്മൾ മാക്സിമം ഭംഗിയായിട്ട് ആളുടെ കൈ ചെയ്ത് വെച്ചിട്ടു. ആൻഡ് ഷീ വാസ് ഹഗ്ഡ് മീ ദാറ്റ് ഡേ ആൻഡ് ടോൾ ലൈക്ക് ഭയങ്കര ഒരു അതൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. കാരണം നമ്മൾക്ക് പലർക്കും കോൺഫിഡൻസ് ഇല്ല, അല്ലെങ്കിൽ ഒരിക്കലും പറ്റില്ല എന്നുള്ള കാര്യത്തിൽ കുറച്ച് ഇപ്പം നമ്മളുടെ പാർട്ട് ഭയങ്കര വലുതാണെന്നല്ല, പക്ഷെ എന്നാൽ പോലും ചിലപ്പം ആ ആൾക്കുണ്ടാവുന്ന ഇമ്പാക്റ്റ് ഈസ് റിയലി ഗുഡ്. അപ്പം അതിൽ വളരെ ഹാപ്പിയാണ്. അങ്ങനെയുള്ള കുറേ മൊമെന്റ്സ് എനിക്ക് വന്നിട്ടുണ്ട്. ഇപ്പോൾ ക്ലയൻസ് ഒക്കെ എങ്ങനെയാണ്? ഇപ്പോൾ ചെറുപ്പം പെൺകുട്ടികളാണോ അതോ കുറച്ച് ഏജ് ആയവരൊക്കെ? ഇതിൽ ഇപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു ഇത് കോസ്മെറ്റിക് എന്ന് പറയുമ്പോൾ കൂടുതൽ ആൾക്കാരും ഇത് കോളേജ് ആൾക്കാർക്ക് മാത്രമല്ല, അങ്ങനെയല്ല. ആക്ച്വലി നെയിൽ ആർട്ടിൽ എനിക്ക് കൂടുതൽ 80% ഓഫ് ദ ക്ലയൻസ് ആർ ലൈക്ക് ഹൗസ് വൈഫ്സ് ആയിട്ടുള്ളവർ, തന്നെ ഓഫീസ് വർക്ക് ചെയ്യുന്നവർ. കൂടുതലും എനിക്ക് തോന്നുന്നു 13+ ആയിട്ടുള്ള ആൾക്കാരാണ് കൂടുതലും ഇതിൽ ഇൻട്രസ്റ്റ് ഉള്ളത്. ഉണ്ട് ഓഫ് കോഴ്സ് ഒരു 40% ഓഫ് ദ ക്ലയൻസ് ആർ ലൈക്ക് വെഡിങ് പർപ്പസ് ആയിട്ട് വരുന്നവരാണ്. എങ്കിലും എൻ്റെ ഒരു ആസ്പെക്റ്റിൽ അല്ലെങ്കിൽ എൻ്റെ ഒരു ക്ലയൻറ്റ് ബേസിസിൽ കൂടുതൽ ആൾക്കാരും ഹൗസ് വൈഫ്സ് ആയിട്ടുള്ള ആൾക്കാരും ദെൻ വർക്കിംഗ് ലേഡീസുമാണ് കൂടുതലും വരുന്നത്. അതായത് കൺസിസ്റ്റൻസി ഉള്ളത് അവർക്കാണ്. കാരണം അവർ എപ്പോഴും വളരെ അവരെ നന്നായിട്ട് ഭംഗിയായിട്ട് കൈകളും ഫേസും എല്ലാം ആ ഒരു ദേ പ്രയോറിറ്റൈസ് ദെംസെൽഫ്. അത് ഭയങ്കര ഒരു കാര്യമാണ്. ഞാൻ അങ്ങനെയാണ് കണ്ടിട്ടുള്ളത് ഇപ്പോൾ സ്റ്റുഡിയോ. നമ്മുടെ ഈ പേഴ്സണൽ ഗ്രൂമിങ്ങിന് നെയിൽ ഹെൽത്തിൻ്റെ ഉള്ള ഒരു ഇമ്പോർട്ടൻസ് എന്തായിരിക്കും? ഇപ്പോൾ നമ്മളിപ്പം വെളിയിൽ നിന്ന് ഒരാൾ നോക്കുമ്പോൾ വിചാരിക്കും നെയിൽസ് അല്ലേ എന്ന് വിചാരിക്കും. പക്ഷേ ആസ് ഗേൾസ് എന്നുള്ള നിലയിൽ നമുക്കറിയാം, ലേഡീസ് എന്നുള്ള നിലയിൽ ലൈക്ക് എത്ര ഇമ്പോർട്ടൻ്റ് ആണ് നമ്മളുടെ ഔട്ട്ലുക്കോ നമ്മളുടെ ഫേസും നമ്മളുടെ അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മളുടെ നെയിൽസും. സോ സംടൈംസ് ഇത് നമുക്ക് ഇല്ലാതാവുമ്പോഴാണ്
അതിൻ്റെ ഇമ്പോർട്ടൻസ് നമുക്ക് മനസ്സിലാവുന്നത്. ഇൻ സം കണ്ടീഷൻസ് ഞാൻ കണ്ടിട്ടുള്ള കാര്യങ്ങൾ, ഡെലിവറി അയക്കുന്ന ചില ആൾക്കാർക്ക് കാൽസ്യം ഡെഫിഷ്യൻസി അല്ലെങ്കിൽ ഹോർമോണൽ ഇഷ്യൂസ് കൊണ്ട് പിന്നീട് നെയിൽസ് കംപ്ലീറ്റ് ആയിട്ട് ബ്രേക്കായി ഒരിക്കലും വരാത്ത സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ട്. ദെൻ ഫംഗൽ ഇൻഫെക്ഷൻസ്, ദെൻ സ്യൂഡോമോണസ് എന്ന് പറഞ്ഞ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ, ഇങ്ങനെ പല ഇൻഫെക്ഷൻസ് ഉണ്ട്. സോ ഈ ഒരു ഇതിൽ ഇപ്പോൾ ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ്, സ്യൂഡോമോണസ് അല്ലെങ്കിൽ ഫംഗസ് എന്നൊക്കെ ഉള്ളത് ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ല. ദേ ഹാവ് ടു ട്രീറ്റ്, അതെ, ദേ ഹാവ് ടു ടേക്ക് എ പ്രോപ്പർ മെഡിക്കേഷൻ ഫോർ ദാറ്റ്. അത് നമ്മളുടെ അടുത്ത് വരുമ്പോൾ നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും ദിസ് ഈസ് ഓക്കെ, ഇത് ഫംഗലാണ്. അങ്ങനെയുള്ള നെയിൽസ് നമ്മൾ എടുക്കാറില്ല. ലൈക്ക് വാട്ട് വി ആർ ഡൂയിങ് ഈസ് ദാറ്റ് ഞങ്ങൾ പ്രിഫർ ചെയ്യും ഡോക്ടേഴ്സിനോട് റെഫർ ചെയ്തിട്ട്, വി പ്രിഫർ ദാറ്റ് യു ഹാവ് ടു ഗോ ആൻഡ് കൺസൾട്ട് എ ഡോക്ടർ എന്നുള്ളത്. ഇനി ഡോക്ടറിൻ്റെ അടുത്ത് ചെന്നിട്ട് ഓക്കെ ഇതങ്ങനെയല്ല, ഡിസ്കളറേഷൻ ആണ് എന്നുണ്ടെങ്കിൽ മാത്രമേ ഞങ്ങളിവിടെ നെയിൽസിൻ്റെ സർവീസസ് ചെയ്യാറുള്ളൂ. സോ ഈ ഒരു കാര്യം നമുക്ക് പ്രോപ്പർ നമ്മളുടെ സൗന്ദര്യം എന്നുള്ള ഇതിൽ നെയിൽസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞാൽ അതാണ്. കാരണം ഞാൻ കണ്ടിട്ടുള്ളതാണ് ലൈക്ക് ഹൗ പീപ്പിൾസ് ആർ സഫറിങ് വിത്തൗട്ട് നെയിൽസ്. അവർക്ക് ഒരിക്കലും ഷൂ മാത്രം ഇട്ടുകൊണ്ട് നടന്നവർ വളരെ ഹാപ്പി ആയിട്ട് പോകുമ്പോൾ നമുക്ക് ഓപ്പൺ സാൻഡൽസ് ഇട്ടിട്ട് പോവാം. അത് ഒരു നമ്മൾക്ക് ചില ആൾക്കാരുടെയും ലൈഫിൽ അത് ആ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്. സോ ഐ ഹാവ് സീൻ എ ലോട്ട് ഓഫ് ഗേൾസ് ലൈക്ക് ഈ അമ്മമാർ, അതായത് വർക്കിംഗ് ലേഡീസ് അവരുടെ അമ്മമാരെ കൊണ്ടുവരുന്നത്. സോ അങ്ങനെ കോട്ടയം, കൊച്ചി, കാസർഗോഡ്, കണ്ണൂർ എന്നൊക്കെ ആൾക്കാർ വന്നിട്ടുണ്ട്. ലൈക്ക് ഇതിന് മാത്രമായിട്ട് അമ്മേനെ കൂട്ടിയിട്ട് വരുന്ന സ്ത്രീകൾ വന്നിട്ടുണ്ട്. ഈവൻ ജെൻസ് ആണെങ്കിലും എൻ്റെ അമ്മയ്ക്ക് ചെയ്യാനായിട്ട്, അമ്മയ്ക്ക് കാലിൽ നെയിൽസ് ഇല്ല അല്ലെങ്കിൽ കയ്യിൽ നെയിൽസ് ഇല്ല, ചേച്ചി ഇത് ഫിക്സ് ചെയ്യാൻ പറ്റുമോ, അങ്ങനെ ചോദിച്ച് ഒരുപാട് പേര് വരുന്നുണ്ട്. പിന്നെ ഇപ്പൊ പണ്ട് നമ്മൾ പറയണത് കേൾക്കാം, ഇപ്പോ സ്ത്രീകളുടെ കാലിലെ നെയിൽസ് കണ്ടാൽ അറിയാം അവരുടെ ആ ഒരു മൊത്തം അവരുടെ സ്വഭാവം അങ്ങനെ അറിയാൻ പറ്റും എന്നുള്ളതൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. ഐ ഡോണ്ട് ബിലീവ് ഇൻ ദാറ്റ് തിങ്. പക്ഷേ നമ്മളെ പ്രസന്റ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ലൈക്ക് എല്ലാം ടിപ്പ് ടു ടോ എന്നുള്ളത് നമ്മൾ ആ ഒരു പ്രസന്റബിൾ ആയിരിക്കുക എന്നുള്ളതാണ്. മോർ ദാൻ വി ഗേവ് ദാറ്റ് കോൺഫിഡൻസ്. ലൈക്ക് നമ്മളൊരു ഇതൊരു ലോങ് ഡ്യൂറബിലിറ്റി ഉള്ള ഒരു പ്രോഡക്റ്റ് ആയതുകൊണ്ടും സർവീസ് ആയതുകൊണ്ടും ഇപ്പം എസ്പെഷ്യലി ഇപ്പം ഒരു വർക്കിംഗ് വുമൺ ആയിക്കോട്ടെ, അവർ വന്നിട്ട് ഒരു 10 days അല്ലെങ്കിൽ നമ്മളൊരു സാധാ ഒരു നോർമൽ പോളിഷ് എത്ര ഡേ, ഒരു മാക്സിമം 7 to 10 days പോട്ടെ, ഒരു 20 days ഇതിൽ വന്നിട്ട് നമ്മൾ വീണ്ടും മാറ്റണം, അല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും തട്ടുമ്പോൾ അത് ചിപ്പിങ് ആവുന്നത്, അങ്ങനത്തെ ഒരു ഇഷ്യൂസ് ജെൽസിൽ വരുന്നില്ല. സോ ഇതൊരു നമ്മളിത് ചെയ്ത് കഴിഞ്ഞിട്ട് UV ഇത് ട്രീറ്റ് ചെയ്യുന്നത് LED, ഒന്നില്ലെങ്കിൽ LED ലൈറ്റ്സ്, ഇല്ലെന്നുണ്ടെങ്കിൽ UV ലൈറ്റ്സ് ഇതിൽ ക്യൂർ ചെയ്യുന്നതായതുകൊണ്ട് ഒരു 90 days പിന്നീട് നമുക്ക് കാലിലേക്ക് നോക്കേണ്ടതേ ഇല്ല. സോ ഈ ഒരു കാര്യങ്ങൾ കൊണ്ടാണ് കൂടുതൽ ആൾക്കാർ പ്രിഫർ ചെയ്യുന്നത്. മോർ ദാൻ ഞാൻ പറഞ്ഞില്ലേ, ഈ വർക്കിംഗ് വുമൺസ് ദേ പ്രിഫർ ടു ഡു ജെൽസ് ബിക്കോസ് അവർക്ക് പിന്നീട് ഒരു 90 daysലേക്ക് പിന്നെ നോക്കേണ്ടതില്ല. പിന്നെ വന്ന് വീണ്ടും റീഫിൽ ചെയ്യോ അല്ലെങ്കിൽ വീണ്ടും റീകളർ ചെയ്യോ ചെയ്താൽ മതി. ഇപ്പോൾ കുറച്ച് കോമൺ മിസ്കൺസെപ്ഷൻ ഉണ്ട് നെയിൽ കെയറിനെ കുറിച്ചിട്ട്, അതിനെ കുറിച്ചിട്ടൊന്ന് പറയാൻ പറ്റും? കോമൺ മിസ്കൺസെപ്ഷൻ ഉള്ളത് നമ്മളിപ്പോൾ ഓക്കെ പറയാം. ഇപ്പം നമ്മൾ കൂടുതൽ ആഡ്സിലും കാണുന്നുണ്ട് ചില സൊല്യൂഷൻസ് ഒഴിച്ചാൽ ഫംഗൽ മാറും, ഇത് പെട്ടെന്ന് ട്രീറ്റ് ആവും. അങ്ങനെ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ, ഒരു 13 years ഓഫ് എക്സ്പീരിയൻസിൽ അങ്ങനെയൊന്നും ഇല്ല ആക്ച്വലി. അതായത് നമ്മൾ ഇപ്പോൾ ഒരു ഫംഗൽ ഇൻഫെക്ഷൻ ആകട്ടെ, ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആകട്ടെ, നമ്മൾ ഏതെങ്കിലും ഒരു റാൻഡം പ്രോഡക്റ്റ് അല്ല അത് യൂസ് ചെയ്യേണ്ടത്. അത് വന്നിട്ട് ഡോക്ടറിനെ കൺസൾട്ട് ചെയ്തിട്ട് ഇറ്റ് ടേക്സ് ടൈം. അത് ഞാൻ എപ്പോഴും ക്ലയൻസിനോട് പറയും. ലൈക്ക് ഇപ്പോൾ നിങ്ങളൊരു ഫംഗൽ ഇൻഫെക്ഷനായി, ബാക്ടീരിയൽ ഇൻഫെക്ഷനായി, യു ഡോണ്ട് ഹാവ് ടു തിങ്ക് ദാറ്റ് ലൈക്ക് അയ്യോ ഇതെനിക്ക് പെട്ടെന്ന് എനിക്കിതിന് സൊല്യൂഷൻ കിട്ടുന്നില്ല, ഒരു മാസം കൊണ്ട് കിട്ടില്ല. കാരണം അതൊരു 6 to 1 year ഒരു പ്രോസസ്സാണിത്. സോ മൈ സിസ്റ്റർ ഈസ് എ ഡോക്ടർ. സോ ഷീ ഇറ്റ് സെൽഫ് ടോൾഡ് ദാറ്റ് ഇത് ആളുടെ കയ്യിൽ നിന്നാണ് എനിക്ക് കൂടുതലും ഈ ഒരു കാര്യങ്ങൾ ഞാൻ ഇൻഫർമേഷൻസ്, നമ്മൾ ഒരു കാര്യങ്ങൾ ഇപ്പം നെയിൽസ് മാത്രം അറിഞ്ഞിരിക്കില്ല, അതിൻ്റെ ദോഷവശങ്ങളും നമ്മൾ അറിയണമല്ലോ. സോ ആള് പറയുന്നതും ഒരു 1 year പ്രോസസ്സാണിത്. 1 year മിനിമം ഒരു 6 to 8 months എടുക്കും ഇതിന് റിസൾട്ട് ഉണ്ടാവാൻ. സോ അങ്ങനെയുള്ളവർ ദയവ് ചെയ്ത് നെയിൽസ് ചെയ്യരുത് എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം അത് വീണ്ടും നമ്മളുടെ നെയിൽസ് ബ്രേക്ക് ആക്കാനും നമ്മളുടെ ഇപ്പോൾ യൂഷ്വലി ഇപ്പോൾ ഇവിടെ ഏറ്റവും മിസ്കൺസെപ്ഷൻ ആയിട്ടുള്ള നെയിൽസിനകത്തുള്ള കാര്യം പറയാം.
കിഡ്സ് അണ്ടർ 15 ദേ ആർ നോട്ട് സപ്പോസ് ടു ഡു ദിസ് ആക്ച്വലി. അവരുടെ സ്കിന്ന് വളരെ ടെൻഡറാണ്. പക്ഷേ ഇവിടെ കാണുന്ന ഒരു കാര്യം, കൂടുതൽ ആൾക്കാരും ദേ ഗീവ് ഇമ്പോർട്ടൻസ് ടു മണി. സോ ഇവരെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇപ്പോൾ കിഡ്സ് വന്നാലും അവർ ചെയ്യും, എക്സ്റ്റൻഷൻസ് ചെയ്യും, ജെൽ പോളിഷസ് ചെയ്യും. അത് ചെയ്യരുത്. ഇപ്പോൾ കിഡ്സിനുള്ള ക്രുവൽറ്റി ഫ്രീ പോളിഷസ് ഒക്കെ ഒരുപാട് അവൈലബിൾ ഉള്ള ടൈമാണ്. സോ വാട്ട് വി ഹാവ് ടു ഡു ഈസ് ദാറ്റ് അത് യൂസ് ചെയ്യാം. ഇൻസ്റ്റഡ് സ്ക്രാച്ചിങ് അങ്ങനത്തെ ഒന്നും ചെയ്യാതെ തന്നെ വി ക്യാൻ യൂസ് സം സ്റ്റിക്കേഴ്സ് ഓർ വിനൈൽസ് അങ്ങനെ എന്തെങ്കിലും യൂസ് ചെയ്ത് ചെയ്യുക എന്നുള്ളതാണ്. സോ മിസ്കൺസെപ്ഷൻ ആയിട്ടുള്ള ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ഇതെല്ലാം തിരുത്തി വരുന്നതേ ഉള്ളൂ. ആൻഡ് ഐ ഡോണ്ട് നോ ഹൗ ഫാർ ഇത് എങ്ങനെ കൊണ്ടുപോകാം എന്നുള്ളതും അറിയില്ല. പിന്നെ കൂടുതലും എൻ്റെ നെയിൽസിൻ്റെ തന്നെ കാറ്റഗറിയിൽ വന്നിട്ട് മിസ്കൺസെപ്ഷൻ ആയിട്ടുള്ള ഒരു കാര്യം, ഇപ്പോൾ പീപ്പിൾ ആർ കണ്ടക്ടിങ് ലൈക്ക് 2-3 days ക്ലാസ്സസ് അല്ലെ 1 day ക്ലാസ്, ഇതുകൊണ്ട് ഇത് പഠിക്കാം എന്നുള്ളത് നോ, അതൊരിക്കലും നടക്കുന്ന കാര്യമല്ല. ബിക്കോസ് നമ്മളൊരു ഇപ്പോൾ ആസ് ഐ എം റണ്ണിങ് ആൻ അക്കാഡമി ഐ നോ ഹൗ മച്ച് ടൈം ഇറ്റ് ടേക്സ് ടു ഗെറ്റ് എ പെർഫെക്റ്റ് വർക്ക് എന്നുള്ളത്. അതും ഇതുപോലെ തന്നെയാണ്. ഇപ്പോൾ പാർലർ വൈസ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിലും എവ്രി വൺ വാസ് ലൈക്ക് ഓക്കെ ഇത് 3 days പോയി പഠിച്ചാൽ അല്ലെ ഇത് 4 days പോയി പഠിച്ചാൽ എനിക്ക് നെയിൽസ് ചെയ്യാൻ പറ്റും. നോ, വി കാണ്ട് ആക്ച്വലി. ഇതിൻ്റെ ഒരു കംപ്ലീറ്റ് പ്രൊസീജിയേഴ്സ് ഇറ്റ് ടേക്സ് ടൈം. ലൈക്ക് ഇത് ലേൺ ചെയ്യാനായിട്ട് മാക്സിമം എത്ര ഒരു മിനിമം 1 month എടുത്താൽ മാത്രമേ ഇത് മിനിമം ഇറ്റ് ടേക്സ് 1 month ടു ക്ലിയർ ദാറ്റ്. അതായത് ഒരു 15 days ഞങ്ങളിപ്പോൾ കണ്ടക്ട് ചെയ്യുന്നത് 15 days ക്ലാസ്സും ഒരു 15 days ട്രെയിനിങ്ങുമാണ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത്. ഈ ഒരു 1 month ഞാൻ ഒരിക്കലും നമ്മുടെ സ്റ്റുഡൻസിനോട് പറയൂല ലൈക്ക് ഒരു നിങ്ങൾ ഇത്ര ദിവസം ഇരുന്ന് നിങ്ങൾ പെട്ടെന്ന് പൊക്കും, അങ്ങനെയല്ല. ലൈക്ക് നമ്മളിത് പഠിച്ചിറങ്ങുന്നതിനും വരെ എന്നുള്ളതാണ് നമ്മളുടെ കണക്ക്. അപ്പോൾ ഒരു 1 month എടുക്കും എന്തായാലും ഇത് പ്രാക്ടീസ് ചെയ്യാൻ. ഞാൻ എൻ്റെ കുറേ സ്റ്റുഡൻസ് ലൈക്ക് കഴിഞ്ഞ ബാച്ചിൽ ബാംഗ്ലൂരുണ്ട്, ആലപ്പുഴ ഉണ്ട്, കോട്ടയത്തുണ്ട്, ട്രിവാൻഡ്രത്തുണ്ട്, ഒരുപാട് സ്റ്റുഡൻസ് വർക്ക് ചെയ്യുന്നുണ്ട്. അവർ സ്റ്റുഡിയോസ് ഇട്ടിട്ടുണ്ട്. സോ ഈ ഒരു പ്രോപ്പർ ക്ലാസ്സസ് ഇവിടെ നടക്കുന്നില്ല. ലൈക്ക് നല്ല അക്കാഡമീസ് ഇല്ല എന്നുള്ളതാണ് ആക്ച്വലി. ഇപ്പം നമ്മൾ ഒരാൾ കണ്ടുപിടിക്കുന്ന അല്ലെങ്കിൽ അവർ കണ്ടുപിടിച്ചേക്കുന്ന ഒരു പ്രത്യേക മെത്തേഡ് അല്ലെങ്കിൽ അത് ഫോളോ ചെയ്ത് അങ്ങനെയാണ് ഇത്. അതിൽ ഒരുപാട് മിസ്ലീഡിങ് ആയിട്ടുള്ള കാര്യങ്ങളും ഉണ്ട്. ലൈക്ക് പീപ്പിൾ ലൈക്ക് ഇങ്ങനെ കുറേ ആൾക്കാർ ഇതാണ് നെയിൽ ആർട്ട് എന്ന് പറഞ്ഞ് ഇരിക്കുന്ന ആൾക്കാരുമുണ്ട്. അപ്പം അങ്ങനെ ഒരുപാട് മിസ്ലീഡിങ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. സോ ഞങ്ങളൊരു ഗ്രൂപ്പുണ്ട്, ഓൾവേസ് ഡിസ്കസ് തിങ്സ്. ലൈക്ക് എൻ്റെ ഫ്രണ്ട്സ് ചെന്നൈയിലൊക്കെ ജപ്പാനിൽ പോയി ഒരു 5 years ഇത് പഠിച്ചവർ, അതായത് ഇതുപോലെ തന്നെ എൻ്റെ പോലത്തെ പ്രൊഫഷനിലിരുന്ന് കോർപ്പറേറ്റ് പ്രൊഫഷനിലിരുന്ന് അത് ജോബ് സ്വിച്ച് ചെയ്ത് 5 years കോഴ്സസ് പഠിച്ചവരുണ്ട്. സോ വി ഡിസ്കസ് തിങ്സ് ലൈക്ക് നമുക്ക് എപ്പോൾ ഡൗട്ട്സ് ഉള്ളതും അവരോട് ചോദിക്കും. കാരണം എന്നെക്കാട്ടിൽ കൂടുതൽ പ്രാക്ടിക്കൽ അല്ലെങ്കിൽ തിയറി വൈസ് അവർക്ക് കുറച്ചുകൂടി ഇൻഫർമേഷൻസ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ അവർ കുറച്ചുകൂടെ തറവായിരിക്കും. അപ്പോൾ വി ഡിസ്കസ് തിങ്സ്. അപ്പോൾ അവരും പറയാറുള്ള കാര്യമാണ് ഈ ഒരു മിസ്ലീഡിങ് ആയിട്ടുള്ള കാര്യം ഇത് ത്രൂ ഔട്ട് ഇവിടെ നടക്കുന്നുണ്ട്. സോ ഐ ഡോണ്ട് നോ ഇത് നമ്മളെ കൊണ്ട് സോർട്ട് ചെയ്യാൻ പറ്റുമോ എന്നറിയില്ല. ബട്ട് ദിസ് ഓൾവേസ് ഹാപ്പൻ ഇപ്പോൾ കറണ്ട് സിറ്റുവേഷൻ ഇതാണ്. മാമിന്റെ സ്റ്റുഡിയോയിൽ തന്നെയാണോ പഠിപ്പിക്കുന്നത്? അതെ, എനിക്ക് അക്കാഡമി ഉണ്ട്, ഞങ്ങൾ അവിടെ തന്നെയാണ് പഠിപ്പിക്കുന്നത്. ഇപ്പോൾ 59th ബാച്ച് കഴിഞ്ഞു, 60th ബാച്ചാണ് ഇപ്പം റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ എല്ലാ മന്തും ചെയ്യുന്നില്ല, ഒരു 6 months once ഒക്കെയാണ് ഇപ്പോൾ പ്രോഗ്രാം ചെയ്യുന്നത്. ബിക്കോസ് നമുക്ക് ടൈമില്ല ഓൾറെഡി. ആൻഡ് ഐ എം പ്ലാനിങ് ടു എക്സ്പാൻഡ് നെക്സ്റ്റ് ബ്രാഞ്ച്. സോ അതിൻ്റെയും വർക്ക് നടക്കുന്നു. അപ്പോൾ നമുക്കെല്ലാം കൂടെ നടക്കുന്നില്ല, അതുകൊണ്ടാണ്. എവിടെ മാമിൻ്റെ അക്കാഡമി? എറണാകുളത്ത് തന്നെയാണ്? എറണാകുളത്ത് തന്നെയാണ്. ഞാൻ എൻ്റെ സ്റ്റുഡിയോയ്ക്ക് അകത്ത് തന്നെയാണ് അക്കാഡമിയും അത്. സോ സ്റ്റുഡൻസ് കൂടുതലും കാസർഗോഡ്, കണ്ണൂർ, പാലക്കാട്, അങ്ങനെ ചെന്നൈ ഒക്കെ വന്ന് പഠിച്ചിട്ടുണ്ട്. ചെന്നൈയിൽ നിന്നൊക്കെ സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു. എനിക്ക് NITയുടെ സ്റ്റുഡൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവർ വന്ന് പഠിക്കുന്ന ടൈമിൽ നമുക്ക് അടുത്ത് തന്നെ ഹോസ്റ്റൽസ് ഉണ്ട്, അവിടെ അവർ സ്റ്റേ ചെയ്തിട്ട് വന്ന് പഠിക്കുക, അങ്ങനെയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ക്ലയൻസ് ഒക്കെ പുതിയ ഡിസൈനായിട്ട് മാമിന് വന്ന് അപ്രോച്ച് ചെയ്യുന്നത് എങ്ങനെയാണ് മാം? ഇപ്പോൾ ക്ലയൻസ് വരുമ്പോൾ അവർ റാൻഡംലി ദേ ടേക്ക് ഫ്രം പിൻട്രസ്റ്റ് ഓർ ഗൂഗിൾ അല്ലെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ക്ലയൻസ് ഇപ്പം ഒബ്വിയസ്ലി നെയിൽസ് ചെയ്യുന്നവരാണെങ്കിൽ ഇവർക്ക് ഒരുപാട് ഫീഡ്സിൽ കയറി വരും, ഇൻസ്റ്റാഗ്രാം സ്റ്റോറീസ് അല്ലെങ്കിൽ പോസ്റ്റേഴ്സ് ഒക്കെ. അപ്പോൾ അവർ സ്ക്രീൻഷോട്ട്സ് എടുത്തിട്ട് വരും. എന്നിട്ട് ഞങ്ങൾക്ക് ഇത് തന്നെ വേണം അല്ലെങ്കിൽ ഇന്ന പ്രോഡക്ട്സിൽ വേണം എന്ന് പറയും. ഓൾമോസ്റ്റ് ഞങ്ങൾക്കൊരു 98% അങ്ങനെയുള്ളത് കവർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. സം ആർ ലൈക്ക് വെരി കോംപ്ലിക്കേറ്റഡ്, ലൈക്ക് നമ്മൾക്ക് ഇവിടെ മെറ്റീരിയൽസ് ഒട്ടും കിട്ടില്ല എന്നുള്ളത് മാത്രമേ ഞങ്ങൾ റിജക്ഷൻ ചെയ്യാറുള്ളൂ. പക്ഷേ ദേ ഇറ്റ് സെൽഫ് നോ ദാറ്റ് എന്തെങ്കിലും ഒരു ഐഡിയ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വഴിയുണ്ടെങ്കിൽ നമ്മളത് ചെയ്ത് കൊടുക്കും. അങ്ങനെ ഒരു ഇതാണ്. പിന്നെ കൂടുതൽ ക്ലയൻസും എന്നോട് പറഞ്ഞിരിക്കുന്ന പോസിറ്റീവ് സൈഡ്സ് എന്ന് പറയുന്നത് അബൌട്ട് മൈ സ്റ്റാഫ്. ലൈക്ക് ഞാൻ പറഞ്ഞിരുന്നില്ലേ, അവർ
ഏത് ഒരു വർക്ക് കൊണ്ടുവന്നാലും ദേ ആർ കേപ്പബിൾ ടു ഡ്രോ ആൻഡ് ഡൂ ദ നെയിൽസ്. അതൊരു വലിയ കാര്യമാണ്. ഇപ്പൊ മൊത്തം എത്ര സ്റ്റാഫ്സ് ഉണ്ട്? 12. അതെ. ഇപ്പോൾ എങ്ങനെ നമ്മൾ ഇപ്പോൾ ഇത് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ഒരുപാട് ഡിഫിക്കൽട്ടീസ് ഉണ്ടാവും. ഇപ്പം ഞാൻ കേട്ടിട്ടുണ്ട് ചിലവർക്ക് നെയിൽസ് കുറവായിരിക്കും, ചിലവർക്ക് നെയിൽസ് ഉണ്ടാവില്ല. അപ്പോൾ അവർക്കൊക്കെ ചെയ്യുമ്പോൾ എങ്ങനെ എത്രത്തോളം നമ്മൾ അതിൽ ചെയ്യേണ്ടി വരും? ഓക്കെ, അതൊരു അത് പറയാൻ പറ്റില്ലടാ. പ്രോസസ്സ് ചിലപ്പോൾ 4 to 5 hours വരെ നീണ്ടു നിൽക്കാവുന്നതാണ്. ഇപ്പോൾ റീകൺസ്ട്രക്ഷൻ എന്ന് പറയുന്നൊരു പ്രോസസ്സ് ഞങ്ങൾ ചെയ്യുന്നുണ്ട്. അതെന്ന് പറയുന്നത് നെയിലിന് ബഡ്സ് ഇല്ലാത്തവർക്ക് കംപ്ലീറ്റ്ലി ഒട്ടും ബഡ്സ് ഇല്ല, ജസ്റ്റ് അതൊരു ഫ്ലഷ് മാത്രം, അങ്ങനെയുള്ള ഒരു സ്പേസിൽ നമ്മൾ ഒരു ബഡ് ക്രിയേറ്റ് ചെയ്തെടുത്ത് അതിനകത്തേക്ക് നെയിൽസ് വെക്കണം. സോ ഇറ്റ് ടേക്സ് ലൈക്ക് 4 hours to minimum 5 hours എടുക്കും. ആൻഡ് അങ്ങനെയുള്ള ആൾക്കാരും വരുന്നുണ്ട്, നമ്മൾ ചെയ്യുന്നുണ്ട്. പിന്നെ ഡ്യൂറബിലിറ്റി എന്ന് പറയുന്നത് അത് ഇപ്പോൾ നമ്മൾ യൂഷ്വൽ ഒരാളുടെ വലിയ പ്രോബ്ലം ഇല്ലാത്ത, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ നെയിൽ ബൈറ്റിംഗ് ഹാബിറ്റ് ഉള്ളവർക്കൊക്കെ ഒട്ടും ബേസ് ഇല്ലാത്തവർക്ക് നമ്മൾ വർക്ക് ചെയ്യാറുണ്ട്. അത് നമ്മളെ സംബന്ധിച്ച് ഭയങ്കര ഒരു തലവേദനയായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. പക്ഷേ തലവേദന ഇൻ ദ സെൻസ് ഭയങ്കര പ്രശ്നം പ്രോബ്ലമാറ്റിക് ആയിട്ട് ഫീൽ ചെയ്തിട്ടില്ല. പക്ഷേ ഈ ഒരു ബേസ് ഒട്ടും ഉണ്ടാവാത്തവർക്ക് നമ്മൾ ചെയ്യുന്നത്, ചില ആൾക്കാർക്ക് അവരുടെ സ്കിൻ ടൈപ്പ് അനുസരിച്ചിരിക്കും. സോ വി നെവർ ടോൾ ഇത് ഇത്ര ദിവസം നിൽക്കും, അങ്ങനെ പറയില്ല. യു ഹാവ് ടു ടേക്ക് കെയർ എന്ന് പറയാറുണ്ട്. ചിലർക്ക് നിൽക്കും, ചിലർക്ക് ഈ പറഞ്ഞ പോലെ ഒരു 30 daysനുള്ളിൽ തന്നെ പോയിട്ട് നെക്സ്റ്റ് ചെയ്യാറുണ്ട്. സോ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്ന ആൾക്കാരുമുണ്ട്, അങ്ങനെ ബേസ് ഒട്ടും ഇല്ലാതെ തന്നെ വന്ന് ചെയ്യുന്നവരുണ്ട്. അത് ടൈം ഓരോരുത്തരുടെ സ്കിന്നും ടൈപ്പും എല്ലാം അനുസരിച്ചാണ് ചെയ്യുന്നത്.